ആയിക്കോട്ടെ. റേപ്പർ എന്താടമ്മേ? അല്ല, അവർ രണ്ടുപേരും ആണോ ഇവിടെ യൂട്യൂബിലെ കോടതി? ആണോ അവർ രണ്ടുപേരും ആണോ? അല്ലല്ല, അവർക്ക് എവിടെ നിന്നാണ് നോളജ് കിട്ടി ഞാൻ ഡബിൾ സ്റ്റാൻഡ് ചെയ്തെന്ന്? ആരുടെ അടുത്തുനിന്ന് കിട്ടി? അവരെൻ്റെ അടുത്ത് ചോദിച്ചോ? എൻ്റെ അടുത്ത് ചോദിച്ചിട്ടാണോ വീഡിയോ ഇട്ടത്? അല്ലല്ല, അത് സ്വയം അങ്ങ് ഇമാജിൻ ചെയ്ത് ഇടുന്നെങ്കിൽ ഇടട്ടെ. അത് രേണുവിൻ്റെ അടുത്ത് കളിച്ചാണൊക്കെ എൻ്റെ അടുത്ത് കളിക്കാൻ നിൽക്കണ്ട. അത് ഞാൻ കളി പഠിപ്പിക്കും, അത്രയേ ഉള്ളൂ. കോട്ടയത്തുള്ള അപ്പൂസ് ഗെയിമിങ് അതൊക്കെ ഓക്കെ. എനിക്കതൊന്നും അറിഞ്ഞൂടെ. അനശ്വരയ്ക്ക് ആണോ അതെനിക്ക് അറിയത്തില്ല കേട്ടോ. ഫാൻസ് ആർക്ക് കൂടുതലെന്ന് ചോദിച്ചാൽ തുണി കൂടുതൽ ഉരിയുന്നവർക്ക് കൂടുതൽ ഫാൻസ് കിട്ടുമായിരിക്കും. എനിക്കതിനെ പറ്റിയൊന്നും വലിയ ഗ്രാഹ്യമില്ല. എനിക്ക് അറിഞ്ഞൂടാത്ത കാര്യം ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പിന്നെ വല്ലവനും വല്ലയിടത്ത് നിന്നുകൊണ്ട് കൊട്ടിത്താളവും പാട്ടിത്താളവും ഒക്കെ പാടുന്നത് കേട്ടിട്ട് ഇങ്ങോട്ട് വരണ്ട. ഞാൻ ആരുടെടുത്തും പേഴ്സണൽ ഗ്രഡ്ജ് വെച്ച് സംസാരിക്കുന്ന വ്യക്തിയല്ല. എനിക്ക് ഇവറ്റകൾ ആരെയും ഭയവുമില്ല, അങ്ങനെ ഭയപ്പെടാനുള്ള സാധനങ്ങളും അല്ല അവറ്റകൾ. എന്നെ നേരെ തിരിഞ്ഞാൽ അതിനേക്കാൾ ശക്തമായിട്ട് നല്ല വർത്താനം എനിക്ക് തിരിച്ച് അണ്ണാക്കി കൊടുക്കാൻ അറിയാം. നെക്സ്റ്റ് രേണു സുധിയെ നന്നായി പേടിക്കുന്നുണ്ടെന്ന് അവനോട് ഞാൻ ഗുണ്ടകളെ അവൾ ഇറക്കുന്നത് ശരിയാണോ എന്ന് ചോദിച്ചപ്പോൾ അവൻ ലൈവിൽ കമൻറ്റ് വായിച്ചില്ല. എനിക്കറിയത്തില്ല. ഇത്തായ ഇഷ്ടമുള്ളത് കൊണ്ട് ചോദിച്ചാൽ ഇല്ലല്ല ആയിക്കോട്ടെ, അത് മനസ്സിലാവും. അതുകൊണ്ടല്ലേ ഞാൻ എന്നെ ആൻസർ ചെയ്തത്. നെക്സോവിയൻ്റെ കേസ് എനിക്ക് അറിയത്തില്ല കേട്ടോ. ഞാൻ അതിനകത്തില്ല, ആ വിഷയമായിട്ട് ഞാൻ പോയിട്ടില്ല. എന്നോട് വിളിച്ച് ചോദിച്ചപ്പം കേസ് കൊടുക്കാൻ ഞാൻ പറഞ്ഞത് തന്നെ. അത് ഞാൻ ഇപ്പോഴും അങ്ങനെ തന്നെ പറയുന്നത്, കേസ് കൊടുക്കാൻ പറഞ്ഞു. അതേപോലെ അതുലിൻ്റെ കേസിന് എൻ്റെ അടുത്ത് വിളിച്ചപ്പോൾ കേസ് കൊടുക്കാൻ ഞാൻ പറഞ്ഞത് തന്നെ. എനിക്ക് ഇഷ്ടമില്ല അങ്ങനെ പെണ്ണുങ്ങളെ വേശി വെടി എന്നൊക്കെ വിളിച്ചുകൊണ്ടിരിക്കണം. അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. എല്ലാവരും നമ്മൾ ഒരാളുടെ അടുത്ത് റിയാക്ട് ചെയ്യുമ്പോൾ അതിൻ്റെതായ മാന്യതയിൽ റിയാക്ട് ചെയ്യുക, പറ്റിയില്ലെങ്കിൽ പറയാതിരിക്കുക. അങ്ങനെ ആർക്കെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ട്, ആരെങ്കിലും വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ കേസ് കൊടുക്കാനേ ഞാൻ പറയുള്ളൂ. ഇപ്പം ഹൈസിൻ്റെ വിഷയം ഒത്തിരി പെൺകുട്ടികളെന്ന് പറഞ്ഞിട്ട് അവൾ അപർണ എന്ന് പറഞ്ഞിരുന്നു, മറ്റേ കൊച്ചു പറഞ്ഞിരുന്നു. അവരൊക്കെ എൻ്റെ അടുത്തൊന്ന് പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ കേസ് കൊടുക്കുക, ഞാൻ എന്ത് സപ്പോർട്ട് വേണോ ചെയ്തു തരാമെന്ന് പറഞ്ഞാൽ അത് ഇവരുടെ കാര്യത്തിലും ഉണ്ട്. ഇവർക്കെതിരെ കംപ്ലൈൻറ്റ് കൊടുക്കണമെന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് ആരെങ്കിലും വന്നാൽ അതിൻ്റെ കൃത്യമായ ഗൈഡ് ലൈൻ ഞാൻ തരും, വക്കീലിനെയും തരും, ഞാൻ കൂടെ വരികയും ചെയ്യും. അതിൽ പറ എന്തുവാ? അപ്പോൾ രേണുവിന് തന്നെ ആയിരിക്കുക. രേണു വട വിൽപ്പനക്കാരി, ഇനി അവൾ അപ്പോഴും വിറ്റു ജീവിക്കുന്നത്. പോമനെ ഓക്കെ. സോറി, ഇത് തീർന്നില്ല, അതുകൊണ്ടാണ് കമന്റ്സ് ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നത്. എന്നാ ഇതും കൂടെ കൊണ്ടുപോകും. ട്രയൽ കമ്മിറ്റി ഇത് ചാവി ഇതിനകത്താണ്, എടുക്കണ്ടേ? ഗീഡബീരൊക്കെ എന്നാലും എൻ്റെ ഇത് വിൽക്കാനൊരു കംഫർട്ട് സ്റ്റോണിലാണ്. ഓക്കെ, എന്നാ കിങ്ങിനെയും കൂടെ വിളിച്ചുകൂടാ. ബൈ. ഞാൻ അവിടെ ചെന്നിട്ട് വീഡിയോ ഇടാടെ, ഞാൻ വായി നോക്കാൻ പോണം. ബൈ. ഇത് ക്ലോസ് ആവാത്ത എന്ത്? ഞാനും വരുന്നത്, എന്നെയും കൂടെ കൊണ്ടുപോകും.